നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കൃഷിവകുപ്പിന്റെ ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗമുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ളതുമായ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും kera.kerala.gov.in ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824056, 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKEU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkeu.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ജൂൺ 15 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് celkeu@gmail.com ഇമെയിലായോ 0487243856 8547837256 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക നിർദ്ദേശം: കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവെക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തിയിട്ട് കൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കാർഷിക വാർത്തകൾ സമാപിച്ചു.